അസ്സലാമു വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അക്ബർ അസ്ഹരി ഉസ്താദും ഒന്നിച്ച് ഇന്നൊരു രാത്രിയിൽ ബഹുമാനപ്പെട്ട ബന്ദർ മക്കാമും അതുപോലെ തന്നെ ഉള്ളാള സയ്യിദ് മദനി ദർഗയിലേക്ക് ഒരുപാട് ഉദ്ദേശങ്ങളെ മനസ്സിൽ കരുതി പുറപ്പെടുകയാണ്. അങ്ങനെ അതിസുന്ദരമായ രാത്രിയുടെ സൗന്ദര്യവും ആസ്വദിച്ചു കൊണ്ടുപോയ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ മംഗലാപുരം ബന്ദർ മക്കാമിലേക്ക് എത്തിപ്പെട്ടു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ഉദ്ദേശങ്ങളെയും വെച്ചുകൊണ്ട് വിശ്വാസികൾ ഇവിടെ സിയാറത്തിന് വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് കൂടും. സാന്ത്വനത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും അഭയകേന്ദ്രമാണ് ഈ സന്നിധി. അങ്ങനെ ഇവിടെ അന്തരീക്ഷം കൊള്ളുന്ന മറ്റു ഔലിയാക്കളുടെയും സിയാറത്തൊക്കെ ചെയ്ത് അങ്ങനെ അല്പനേരം ബന്ദറിൻ്റെ ഭംഗിയായ കുളത്തിലുള്ള മത്സ്യങ്ങളെ അവിടുത്തെ ആ ഒരു സുന്ദരമായ കാഴ്ചകളും കണ്ടിരുന്നു. കുറച്ചു നേരം ഖാലിക്കിൻ ചന്തം നേരിൽ കണ്ടേ അകതലോകരിൽ ചൊന്നേ ഇല്ല ഇല്ല സാധ്യമില്ല കളിയാക്കി പറഞ്ഞോരും വല്ലാത്തൊരു അനുഭൂതിയാണ്, വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഈ ചാരത്ത് നമുക്ക് കിട്ടുന്നത്. പിന്നെ യാത്രക്കാർക്ക് വേണ്ടി അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റു ആൾക്കാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതായ ഒരു ചെറിയ കിണർ നമുക്ക് കാണാം. അവിടെ ആൾക്കാർ സാധാരണ വന്ന് കുളിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ കുളിയൊക്കെ കഴിഞ്ഞ് മനവാട്ടി മക്കളുടെ മക്കാമു സിയാറത്ത് ചെയ്ത് അങ്ങനെ ഉള്ളൊക്കെ കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ കടന്ന് നിസ്കരിച്ചു. അതുപോലെ തന്നെ അവസാനമായി ബഹുമാനപ്പെട്ട മഹാനായ വലിയുള്ളാഹി ബന്ദർ മൗല ജലാൽ മസ്തൻ അൽ ബുഖാരി തങ്ങളുടെ തിരുസാന്നിധ്യത്തിലേക്ക് മഹാനവരുകളെ മുൻനിർത്തി അള്ളാഹുവിനോട് ഒരുപാട് ഉദ്ദേശങ്ങളെയും പറഞ്ഞ് ദുആ ചെയ്തു. അങ്ങനെ ശേഷം നേരെ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു തആല സിറൽ അസീസ് തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടുത്തെ ദർബാറിലേക്ക് ആചാരത്തിലേക്ക് നമ്മൾ പുറപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഉള്ളാല ദർബാറിൻ്റെ വാതിലിൻ്റെ മുമ്പിലാണ്, എൻട്രൻസിലാണ് നിൽക്കുന്നത്. ഇവിടെ ഉറൂസ് പരിപാടി നടക്കുന്നത് കൊണ്ട് തന്നെ ഇത്ര സമയമായിട്ടും രാത്രി ആയിട്ട് പോലും ഒരുപാട് ജനങ്ങളും ആൾക്കൂട്ടം നമുക്ക് കുറച്ച് കാണാൻ സാധിക്കും. അങ്ങനെ പുറത്തൊരു അങ്ങാടിയും പ്രവർത്തിക്കുന്നുണ്ട്, ചെറിയ അത്യാവശ്യമായ സാധനങ്ങൾ ചായ പോലത്തത് കൊടുക്കാൻ വേണ്ടി. ഇതാണ് മദനിപ്പള്ളി എന്ന് അറിയപ്പെടുന്ന പള്ളി. ഇതാണ് മനോഹരമായ പള്ളി, കുളം, അങ്ങനെ എല്ലാം കണ്ട് ഇവിടെ കാണുന്നത് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന കബറുകളാണ് ഇവിടെ ചുറ്റുഭാഗത്ത് കാണുന്നത്. അള്ളാഹു ആ കബറാളികൾക്ക് റഹ്മത്തും മഗ്ഫിറത്തും അള്ളാഹു താല നൽകട്ടെ. നമ്മയും അവരും അള്ളാഹു താല ജന്നാത്തുന ഈ മനസ്സുഖരോഗ സ്വർഗത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ യാത്രക്കാർക്ക് ഉറങ്ങാനായി ഇവിടെ ഒരു നല്ല ഫെസിലിറ്റിയാണ് ഉള്ളത്. നല്ല ഫാനും കാറ്റ് സൗകര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു തആല സിറൽ അസീസ് തങ്ങളുടെ ആ സിയാറത്തും ചെയ്തതിന് ശേഷം മഹാനവറുകളെ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. ഒരുപാട് കശ്ഫ് കറാമത്തിൻ്റെ ഉടമയാണ്. ജീവിതത്തിൻ്റെ പിന്നെ മരണാനന്തരം ഒരുപാട് കറാമത്തുകളെ നാം അവിടെ നമ്മുടെ വാച്ച്മാനായി ഒരുപാട് കൊല്ലങ്ങളായി പ്രവർത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട ബഷീർ കാക്ക അവരോട് ഒരുപാട് നേരം സംസാരിക്കുകയും മദനി തങ്ങളുടെ ഒരുപാട് കറാമത്തുകൾ നമുക്ക് അവർ മുഖേന അറിയാൻ വേണ്ടി സാധിച്ചു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വ്ളോഗിൽ അതിനെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാം. അങ്ങനെ എല്ലാവരും ഇവർ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു അത്ഭുത കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഒരു 3:30 മണിയാകുമ്പോഴേക്ക് രാത്രി ഒരു കാക്ക നല്ല ഖുർആൻ ഓത്തും ദിക്റുമായിട്ട് ഇങ്ങനെ രാത്രിയിൽ അള്ളാഹുവിനക്ക് ഇബാദത്തുമായി കഴിഞ്ഞുകൂടാണ്. അള്ളാഹു താല സ്വീകരിക്കട്ടെ. നമ്മൾക്കും അതുപോലത്തെ ഭാഗ്യം അള്ളാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഒരുപാട് പേർ ഉറങ്ങുന്ന സന്ദർഭത്തിൽ അവർ അള്ളാഹുവിൻ്റെ ഇബാദത്തിലാണ്. വലിയൊരു ഭാഗ്യം തന്നെയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു. ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗിൽ കാണാം. അസ്സലാമു അലൈക്കും.